ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കുറച്ച് ക്യാബേജ് തോരൻ വെക്കാൻ പോവാണ്. ഈ രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനിതൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഞാനിവിടെ ഒരു അരമുറി ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചത്, ഇടത്തരം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കൂട്ടം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഞാൻ ക്യാരറ്റ് അരിഞ്ഞത് അതിനകത്തോട്ട് ഇടുകയാണ്. കഴിഞ്ഞ് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇടുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒരു കപ്പ് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. കൈ വെച്ച് തന്നെ നമുക്കിങ്ങനെ ഞെവിടി എടുത്താൽ മതി. ഇത് എല്ലാം കൂടെ അങ്ങ് ഞെവിടി, ഉപ്പും ആ മുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അങ്ങ് ഞെവിടി എടുക്കുമ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. വേവിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഞെവിടി എടുക്കാം. എല്ലാം കൂടെ നമ്മളൊന്ന് ഞെവിടി, ഉപ്പും എല്ലാം ഒന്ന് ഞെവിടി കൂട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ അടപ്പത്ത് വയ്ക്കാം. പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടായി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് സ്വല്പം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്ന ഐറ്റം അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചെറുപയർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്ന പയർ കൂടുതൽ വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്വല്പം വെള്ളം മതി. ആ വെള്ളത്തിനകത്ത് ഈ ക്യാബേജും ഈ പയറും കൂടെ അങ്ങ് പരുവത്തിന് വെന്ത് കിട്ടും. ഇനി നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വേവിച്ച് തോട്ടിയെടുക്കുക. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്തേക്കണേ. താങ്ക് യു. ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ.